ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ലേവ് ഗെയിമിംഗ്. അപ്പം ഇന്നത്തെ കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. അതായത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ അഡ്മിൻ അബ്യൂസിന് നമുക്കൊരു കെച്ചുറു ആൻഡ് മുസ്തുറുവിനെ കിട്ടി. അതായത് ഈ കാർപ്പറ്റിലൂടെ നമ്മൾ ട്രേഡ് ചെയ്തൊന്നെടുത്തല്ല, നമുക്ക് ഈ കാർപ്പറ്റ് വഴി കിട്ടി. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഒരു മിഡ് സീക്രറ്റ് ആണ് ഇങ്ങനെ ഈ കാർപ്പറ്റ് വഴി സ്പോണായി വരുന്നത്. ഇത്രയും ഞാൻ ഇത് കളിക്കാൻ തുടങ്ങി 5-6 മാസമായി. അപ്പം ഇത് ആദ്യമായിട്ടാണ്. പിന്നെ നമുക്ക് ഒരു കിറ്റുപട്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് ഇതേ സെർവറിന് കഴിഞ്ഞ ടാക്കോ ട്യൂസ്ഡേക്ക്. പക്ഷെ ഞാൻ കളിച്ചില്ലായിരുന്നത്, അതായത് സിഒ ഓഫ് റോബ്ലക്സിനാണ് കിട്ടിയത്. അപ്പം അത് നമ്മളതിന് എങ്ങനെ കാണാണ്ടായിരുന്നു, അത് ഞാൻ ലിറ്ററലി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ നമുക്ക് ആ കെച്ചുറിനെ ഒന്ന് പോയി കാണാം. ഹിയർ വി ഗോ ഗൈസ്. അപ്പം നമ്മളെ കെച്ചുറു, അതായത് ശനിയാഴ്ച ഇറങ്ങിയ ട്രീറ്റും ഈ കെച്ചുറും കടിച്ചിട്ടുണ്ട്. ഞാനത് സ്റ്റീൽ ചെയ്യാം. Kechuruan Musturu. ഓക്കെ, ഞാൻ എൻ്റെ ബേസിൽ ഒന്ന് കൊണ്ടുവെക്കട്ടെ. പിന്നെ ടോട്ടോ സഫൂർ ഞാൻ പബ്ലിക്കിൽ കയറിയപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയതാണ്. Kechuruan Musturu. Piccione macchina. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ബ്രെയിൻ നോട്ടിന് എന്താ നമ്മൾ ട്രേറ്റ് അടിപ്പിക്കാഞ്ഞെന്ന്. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഗൈസ്. അതായത് കഴിഞ്ഞ അഡ്മിൻ അബ്യൂസിന് ഞാൻ അധികം ന്യൂബീനെയാണ് എൻ്റെ കൂടെ കൂട്ടല്. അതായത് നമ്മളിപ്പം ഏത് അഡ്മിൻ അബ്യൂസ് കളിച്ചാലും നമ്മൾ ന്യൂബീനെയാണ് കൂട്ടല്. അവനാണ് ഇപ്പം എന്ത് ട്രേഡ് ഫാം ചെയ്യാനായാലും അവനെയാണ് നമ്മൾ വിളിക്കാറ്. Esoc Secola. പക്ഷേ കഴിഞ്ഞ അഡ്മിൻ അബ്യൂസിന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഓൺലൈൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ന്യൂബി ഒരു ലേറ്റ് ആയിട്ടാണ് വന്നത് കുറച്ച്. അതായത് അഡ്മിൻ അബ്യൂസ് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ്. Easter Sahur. ആ സമയത്ത് അതിന് മുമ്പേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്ന് PS ജോയിൻ ആയി. അപ്പം ഞാനും ജോയിൻ ആയി. അപ്പം ന്യൂബി പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഇവരുടെ ട്രേഡ് ഫാം ചെയ്യുക, അവർ എന്തായാലും PS കളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ അവരോട് ഞാൻ ട്രേഡ് ഫാം ചെയ്തോളാം എന്ന് വന്നു. എന്നിട്ട് ന്യൂബി വേറെ PS പോയി. നെറ്റിനെന്തോ വിഷയമുണ്ട്. ഓക്കെ, ന്യൂബി വേറെ PS പോയി, ഞാൻ ഈ PS കളിച്ചു. അപ്പം ഇതിൻ്റെ ക്ലിപ്പ് ഞാനിപ്പോൾ ഇടാം. ഇതിൻ്റെ അത് കണ്ടോ, കുറച്ച് ലാഗെല്ലാം ഉണ്ട്. അപ്പം ഒരു പകുതി 20x ലക്കിലാണ് എനിക്ക് കെച്ചുറുവാൻ മുസ്തുറിനെ കിട്ടിയത്. അതായത് ഞാൻ ഈ ഒരു ഏരിയന്ന് നമ്മളെ പുതിയ എന്തോ ഓരോ ആയിരുന്നില്ല, അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജമ്പ് മേടിച്ചിട്ട്. അപ്പം 20x ലക്ക് കഴിയാനായപ്പം ജസ്റ്റ് 1 മിനിറ്റും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. ആ സമയത്ത് കെച്ചുറുവാൻ മുസ്തുർ സ്പോണായി. ഈ ഒരു ഏരിയ ബബിൾകം മെഷീൻ കഴിഞ്ഞ് ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഈ എഗ് ട്രേറ്റ് അടിച്ചു. അപ്പം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് അത് ഞാനും വേറൊരുത്തരും ട്രേഡ് ഫാം ചെയ്യാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് വേറൊരുത്തരും കൂടി ഉണ്ടായിരുന്നു PS എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരും. അവൻ അതിനെ കയറി ബൈ ചെയ്തു. അത് ഞാൻ ബൈ ചെയ്യുന്ന അതേ സമയത്ത് അവൻ ബൈ ചെയ്തു. അപ്പം എനിക്കെന്തോ ലാഗ് അടിച്ചു. അവനെ ശരിക്കും ബൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനും വേറൊരുത്തനാണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡ് ഫാം ചെയ്യേണ്ടിണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവൻ ബൈ ചെയ്തു. ആ സമയത്ത് എനിക്ക് എൻ്റെ ഇവിടെ സാമ്പേൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതായത് ഫോണിൽ. അപ്പം ഞാൻ അക്കൗണ്ടും കൊണ്ട് ഓടി ഇതെടുക്കാൻ പോയി, അത് പറ്റിയില്ല എനിക്ക്. അപ്പം ജസ്റ്റ് അത് ഈ ഒരു ട്രേറ്റിൽ മാത്രം നിന്നു. അതായത് ഈ ഒരു എഗ് ട്രേറ്റ്, പുതിയ വന്ന എഗ് ട്രേറ്റിൽ മാത്രം ഈസി ആയിട്ട് നമുക്കൊരു 500 മില്യൺ എങ്കിലും എത്തിക്കാൻ പറ്റുന്ന ഒരു ബ്രെയിൻ ഡോട്ടായിരുന്നു ഇത്. ജസ്റ്റ് ഒരു 3-4 ട്രേറ്റ് മതി, അതായത് ഫയർ ട്രേറ്റും അങ്ങനെ 2 ട്രേറ്റ് അടിച്ചാൽ തന്നെ ആവും 500 മില്യൺ. സാലറി നമുക്കത് കഴിഞ്ഞില്ല. ഇനി ഞാൻ അങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്യൂല. ഇനി നമ്മളെപ്പോഴും ന്യൂബീൻ്റെ കൂടെ തന്നെ ആയിരിക്കും ട്രേഡ് ഫാം ചെയ്യുക. പിന്നെ അന്ന് തന്നെ ഞാൻ കുറച്ച് Los Bonitos. ലക്കി ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എഗ് ലക്കി ബ്ലോക്സ്. അപ്പം എനിക്ക് ലോസ് ബുണിറ്റോസും കൂടി കിട്ടി.
പുതിയ ബേസ് വന്നിട്ടുണ്ട്. ഞാനിതുവരെ നോക്കിയില്ല എത്ര കളക്ട് ആയിന്ന്. പിന്നെ അന്ന് ഈ ഒരു ബണ്ണി സഫൂർ കിട്ടീന് റെയിൻബോ. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും കിട്ടിയില്ല. അപ്പം അതാണ് മെയിനായിട്ട് സംഭവിച്ചത്. ക്ലിപ്പിലെല്ലാം വ്യക്തമായിട്ട് തിരിയും എന്താ സംഭവിച്ചതെന്നും എന്തുകൊണ്ട് ട്രേഡ് ഫാം ചെയ്യാൻ പറ്റാത്തതെന്നെല്ലാം. ഇനി നമ്മൾ എപ്പോൾ കളിച്ചാലും ന്യൂബി നമ്മളോട് ഉണ്ടാവും. ടാക്കോ ട്വിസ്റ്റ് ഒഴികെ അവൻ ടാക്കോ ട്വിസ്റ്റ് കളിക്കാറില്ല. അപ്പം ന്യൂബി നമ്മൾ എന്തായാലും കൂട്ടും. പിന്നെ നമ്മളിപ്പം കുറേ ലക്കി ബ്ലോക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എത്ര ലക്കി ബ്ലോക്സ് ആയി നോക്കാം. പിന്നെ ഈസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ട്രേഡ് ചെയ്തെടുത്തു. ഓക്കെ, ഞാനിപ്പം ഈ ബ്രെയിൻ ഡോട്ടെല്ലാം ഒന്ന് ആൾട്ടിലോട്ട് മാറ്റിയിട്ട് ഈ അക്കൗണ്ടിൽ വെക്കാൻ എനിക്കൊരു ധൈര്യമില്ല. അത് നമ്മളെ കെറ്റുപെട്ട് ലോസ്റ്റ് ആയി നിങ്ങൾക്കറിയാം. സോ ഞാനിതൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ലക്കി ബ്ലോക്സ് നോക്കാം എത്ര ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഗൈസ്, നമുക്ക് എത്ര ലക്കി ബ്ലോക്ക് ഉണ്ടെന്ന് ഞാനൊരു വേറൊരു കണ്ടന്റ് ആയിട്ട് തന്നെ ഇടാം. ജസ്റ്റ് ഞാൻ ഈ ഒരു ബേസ് കാണിച്ചു തരാം. ഇനിയും ഒരു 2-3 ബേസ് ഉണ്ട്. അത് നോർമൽ, അതായത് ജസ്റ്റ് റീബർത്ത് ചെയ്യാത്ത 2-3 ബേസും കൂടി ഉണ്ട് ലക്കി ബ്ലോക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ ടോഗിൾ ഇട്ട് അല്ലെങ്കിൽ വേണ്ട, ഇത് അൺലോക്ക് ഇപ്പം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു ഡയമണ്ട് എഗ് ലക്കി ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഗോൾഡ് എഗ് ലക്കി ബ്ലോക്ക്, പിന്നെ നോർമൽ ഉണ്ട് ഒന്ന്. ഇവിടെ ഒരു നോർമൽ ഉണ്ട്, ഇവിടെ 2 നോർമൽ, അവിടെ ഒരു ഡയമണ്ട്, പിന്നെ ടാക്കോ ഉണ്ട്. ഇവിടെ ടാക്കോ, ലോസ് ടാക്കോ, അഡ്മിൻ, പിന്നെ മുകളിൽ ഒരു അഡ്മിൻ ലക്കി ബ്ലോക്ക് ഉണ്ട്. ഇവിടെ അഡ്മിനും ലോസ് അഡ്മിനും, പിന്നെ ഒരു സെന്റ് പാട്രിക്സ് ലക്കി ബ്ലോക്ക് ഉണ്ട്. നമ്മളിൽ ഒരു 10 സെന്റ് പാട്രിക്സ് ലക്കി ബ്ലോക്ക് ഉണ്ടാകും. ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല, ഇതിന് അൺഒപ്റ്റൈനബിൾ ആണ്. സോ എത്ര ലക്കി ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് ഞാൻ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് ഇടാം. ഈ ബേസിൽ ഞാൻ നോക്കട്ടെ. 4, 9, 17, 19. ഓക്കെ, 19 ലക്കി ബ്ലോക്സ് ഉണ്ട്, 90 ലക്കി ബ്ലോക്സ് ഉണ്ട്. സോ ഒരു 50 എണ്ണം ഉണ്ടാകുമായിരിക്കും. പിന്നെ ഇന്ന് ടാക്കോ ട്യൂസ്ഡേയും കൂടി ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തായാലും ലേറ്റ് ആയി, ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. സോ നമുക്ക് ടാക്കോ ട്യൂസ്ഡേത്തെ ബ്രെയിൻ ലക്കി ബ്ലോക്സ് കൊണ്ട് കളക്ട് ചെയ്ത് ടോട്ടൽ എത്ര ഉണ്ട് നോക്കാം, എന്നിട്ടൊരു കണ്ടന്റ് ആയിട്ട് മൊത്തം. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു എൻജോയ്ഡ്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു കെച്ചുറൻ മുസ്തുറിനെ കിട്ടി. നമുക്ക് ട്രേറ്റ് ഒന്നും അടിപ്പിക്കാൻ പറ്റില്ല, ഒരു ട്രേറ്റ് അടിച്ച് കുഴപ്പമില്ല. ഇനി നമ്മളെ മിസ്റ്റേക്ക് എന്തായാലും ആവർത്തിക്കൂല. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. ലൈക്കും ഷെയറും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.